ഇന്നലെ ലോക്സഭയിൽ ഈ വഖഫ് ബില്ല് അവതരിപ്പിച്ച് ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി എവിടെ പോയി എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ അടുത്ത ബന്ധുവിന്റെ ചികിത്സാർത്ഥം പ്രിയങ്ക ഗാന്ധി വിദേശത്തായിരുന്നു എന്നുള്ള വിശദീകരണമാണ് വരുന്നത്. യാത്രാ സ്പീക്കറെയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും അറിയിച്ച ശേഷം സ്പീക്കർക്ക് രേഖാമൂലം കത്തു നൽകിയെന്ന് പാർലമെന്റ് പാർട്ടി വൃത്തങ്ങൾ. വഖഫ് ബില്ല് ചർച്ചയിലെ പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. പി ബസന്ത് ചേരുന്നുണ്ട്. ഇന്നലെ ആദ്യം ഈ ചർച്ചയുടെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി സഭയിൽ ഇല്ലാത്തത് വാർത്തയായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി പിന്നീടാണ് ഇന്നലെ അർദ്ധരാത്രിയും കഴിഞ്ഞു പോയ നടപടിക്രമങ്ങളിൽ ഒരു സമയത്ത് പോലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും വയനാട് നിന്നുള്ള MP-യാണ് പ്രിയങ്ക ഗാന്ധി. എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം സംബന്ധിച്ച് ഇപ്പോഴുണ്ടാകുന്നത്? രാജീവ്, ഇന്നലെ വഖഫ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കിരൺ റിജിജു സംസാരിക്കുന്ന ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായത് ശരിയാണ്. രാഹുൽ ഗാന്ധി ആകട്ടെ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം സഭയിലെത്തുകയും ചെയ്തു. ബില്ലിന് എതിരായിട്ടുള്ള എല്ലാ പ്രസംഗവും അദ്ദേഹം കേൾക്കുകയും അതേസമയം വോട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇന്നലെ രാത്രി നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി സഭയിലില്ല എന്നുള്ളത്. മറ്റൊന്ന്, ഇത് എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ള CPP വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിദേശത്ത് പോയി. അവരുടെ ഒരു അടുത്ത ബന്ധുവിന്റെ ചികിത്സാർത്ഥമാണ് പോയത്. മാത്രമല്ല, സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. സ്പീക്കറുടെ അനുമതി ഇക്കാര്യത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുമതി ലഭിച്ച ശേഷമാണ് പ്രിയങ്ക ഗാന്ധി വിദേശത്തേക്ക് പോയത്. പാർലമെന്ററി പാർട്ടിയെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിപ്പ് ലംഘനത്തിന്റെ വിഷയമൊന്നുമില്ല. അതായത് നേരത്തെ അറിയിച്ചിട്ടുള്ള വിഷയമാണ്. അറിയിച്ച ശേഷമാണ് പ്രിയങ്ക ഗാന്ധി വിദേശത്ത് പോയത് എന്നുള്ളത്. അടുത്ത ബന്ധുവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം എന്നുള്ളതാണ്. ഈ ഒരു വിശദീകരണമാണ് ഇപ്പോൾ CPP നൽകുന്നത്. ഇതില് ഏറ്റവും വലിയ വിവാദമായത് ഇത്രയും വളരെ നിർണായകമായ ഒരു ബില്ലിൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്തില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അതിലിപ്പോൾ CPP വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതാണ്: അവർക്ക് അനുമതി ഉണ്ടായിരുന്നു. അവർ നേരത്തെ അറിയിച്ചതാണ്. അവർ വിദേശത്ത് ഒരു ബന്ധുവിന്റെ ചികിത്സാർത്ഥം പോയതാണ് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. മാത്രമല്ല, ഇന്നലെ പ്രിയങ്ക ഗാന്ധി മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ചയിൽ ഉടനീളം വന്നിരുന്നില്ല. അദ്ദേഹം വോട്ടിംഗിലും പങ്കെടുത്തിരുന്നില്ല. ബസന്ത്, ഇന്നലെ ഈ ബില്ല് അവതരണത്തിന് തൊട്ട് മുൻപ് KC വേണുഗോപാൽ ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഈ ഭേദഗതികൾ നൽകാനുള്ള സമയമൊന്നും കിട്ടിയില്ല, ഇത് വളരെ വൈകിയാണ് അറിയിച്ചത്. അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ബില്ല് അവതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടിയതെന്നാണ്. അതായത് അങ്ങനെയെങ്കിൽ ഈ അറിയിപ്പ് വരുന്നതിന് മുൻപേ തന്നെ ഈ പ്രിയങ്ക ഗാന്ധി വിദേശത്തേക്ക് പോയോ? അതായത് ഇവർക്ക് ഇങ്ങനെ ഈ ബില്ല് വരുമോ എന്നുള്ള അറിവുണ്ടായിരുന്നില്ലേ? അത് ഏറെക്കുറെ ശരിയാണ്. കാരണം അന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ഏകദേശം 4 മണിയോട് കൂടിയാണ് ബില്ല് സർക്കുലേറ്റ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ആ ബില്ല് കിട്ടുന്ന ഏകദേശം ഒരു 4:15 മണിയായപ്പോൾ തന്നെ ആ ബില്ല് കിട്ടിയപ്പോൾ ചോദിച്ചപ്പോൾ അല്പസമയം മുമ്പാണ് ബില്ല് സർക്കുലേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി അന്ന് രാവിലെ സഭയിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ പോവുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉച്ചയ്ക്ക് ശേഷം വിദേശത്ത് പോയിട്ടുണ്ടാവണം. അതിന്റെ യാത്രയുടെ മറ്റു വിവരങ്ങൾ നമുക്കറിയില്ല. പക്ഷേ ഒരു ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ 4 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഈ ബില്ല് സർക്കുലേറ്റ് ചെയ്തത്. 3:30-4 മണിക്ക് അടുത്താണ് ബില്ലുകൾ എല്ലാ അംഗങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ ബില്ലാണ് ലഭിച്ചത്. ആ ബില്ല് ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി ചിലപ്പോൾ അവർ പോയിട്ടുണ്ടാവാം. ഈ ബില്ല് വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ബില്ല് ചർച്ചയ്ക്കെടുത്ത സമയത്ത് അവരില്ലാതിരുന്നു എന്നുള്ളൊരു ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അത് ഈ ഒരു ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അറിയുന്നതിന് മുമ്പ് തന്നെ അവർ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ എപ്പോഴാണ് പോയതെന്നോ ലോക്സഭയിൽ ചർച്ച വരുന്ന സമയത്ത് തന്നെ KC വേണുഗോപാൽ ഉന്നയിച്ചൊരു കാര്യമാണ്, ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ് ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നതെന്ന് പറഞ്ഞത്. പ്രിപ്പയർ ചെയ്യാനുള്ള സമയം പ്രതിപക്ഷത്തിന് അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ അതിനു മുൻപ് തന്നെ പ്രിയങ്ക വളരെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് പുറപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു കാര്യം കൂടിയാണ് വരുന്നത്. കൃത്യമായ ഒരു വിശദീകരണം വരികയാണ് എന്തുകൊണ്ട് പ്രിയങ്ക വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്.